ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതേ ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വിഷു അല്ലേ വരുന്നത്. വിഷുവിനായിട്ട് അടുക്കളയൊക്കെ ഒന്ന് ഒരുക്കണം, നല്ല വൃത്തിയാക്കി നല്ല ക്ലീനാക്കി വെട്ടി തിളക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. വിഷുവിനുള്ള സാധനങ്ങളൊക്കെ 2-3 ദിവസം മുന്നേ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനിതേ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് അതിലൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ അതൊക്കെ മുന്നേ കൂട്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ ഉപയോഗിക്കാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് കളയണം, പഴയതായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് കളയണം. അതുപോലെ തന്നെ എന്തെങ്കിലും കറിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ചളിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതേ ടൈലിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ ഇടയിലായിട്ട് നന്നായിട്ട് ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനിത് ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ കുറേ ആയി ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഹാർപ്പിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ജോയിൻറ്റിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ബ്രഷിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഈ ജോയിൻറ്റിലായിട്ട് അഴുക്കുള്ള ഭാഗങ്ങളിൽ നമ്മളുടെ ഈ ഹാർപ്പിക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ ഒരു തുണി എടുത്തിട്ട്, നനഞ്ഞ തുണി എടുത്തിട്ട് അപ്പം തന്നെ തുടച്ചെടുത്താലായിട്ട് ജോയിൻസിൻ്റെ ആ ഭാഗത്തുള്ള അഴുക്കുകളൊക്കെ നന്നായി പോയി കിട്ടും. നന്നായി കറുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി പോയിട്ട് നന്നായി വെളുത്ത് വരും. അപ്പോൾ അതേ സാധാരണ തുണി വെച്ച് നമ്മൾ എന്നും തുടയ്ക്കുമ്പോഴായിട്ട് ഈ ജോയിൻസിലെ അഴുക്കുകളൊന്നും എപ്പോഴും നമുക്ക് അങ്ങനെ നന്നായി ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഒരു വട്ടല്ലേ തുടയ്ക്കുള്ളൂ. അപ്പോൾ ടൈലൊക്കെ നന്നായി വൃത്തിയാകും. ഈ ജോയിൻ്റൊക്കെ നന്നായി വൃത്തിയാവണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നല്ല സൂപ്പറായിട്ട് കിട്ടും. ടൈലിട്ടുള്ള ഭാഗം വൃത്തികേടായിട്ട് തോന്നുന്നത് നമ്മൾ ഈ ജോയിൻസിലുള്ള അഴുക്ക് കാരണമാണ്. അത് അങ്ങനെ തുടച്ചാലായിട്ട് പോകില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അഴുക്കുകളൊക്കെ ഒന്ന് നന്നായി പോയി കിട്ടും കേട്ടോ. ഇത് എപ്പോഴും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3-4 മാസം കൂടുമ്പോഴായിട്ട് ചെയ്താൽ മതി. അപ്പോഴേക്കും തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് അഴുക്ക് പിടിക്കുള്ളൂ. പെട്ടെന്നൊന്നും അഴുക്ക് കയറില്ല. ഭാഗം നമ്മൾ തുടച്ചെടുത്താലും വൃത്തിയാവുമല്ലോ. കണ്ട ഈ സൈഡിലൊക്കെ ആയിട്ട് ഇതേ ഈ കോണിലായിട്ട് നന്നായിട്ട് അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ എല്ലാ ഭാഗവും ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യമായി ഞാനിത് ചെയ്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്താലായിട്ട് നമുക്ക് ടൈല് വിരിച്ചിട്ട് അധികമായിട്ടില്ല എന്ന് തോന്നും. അത്ര നല്ല വൃത്തിയായിട്ട് കാണും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ ഇത് ടൈലിൻ്റെ ഭാഗമൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അത്ര വലിയ ക്ഷീണമൊന്നും തോന്നില്ല. കാരണം ചെറിയ ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഉരച്ചിട്ട് നല്ല നനഞ്ഞ തുണി എടുത്തിട്ടൊന്നും വേഗം തുടയ്ക്കില്ല. അപ്പോൾ അത്ര വലിയ ക്ഷീണമൊന്നും തോന്നില്ല. പിന്നെ ഇതേ സ്റ്റൗവിൻ്റെ അവിടെ ആയിട്ട് കുറച്ചൊരു തുരുമ്പ് പിടിച്ച പോലെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഹാർപ്പിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ സ്ക്രബ് ഉപയോഗിച്ച് നന്നായി ഉരച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റൗവിൻ്റെ ഇവിടെ മാത്രമായിട്ടാണ് എത്ര ഇതുള്ളൂ. അപ്പം ഞാൻ മറ്റു ഭാഗമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നന്നായി തുടച്ചൊന്ന് നന്നായി അതും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നും തുടച്ചിടണം തന്നെയായിരിക്കും, വൃത്തിയായി തുടച്ചിടണം തന്നെയായിരിക്കും. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഹാർപ്പിക്ക് ഉപയോഗിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ ഈ സ്റ്റൗവിൻ്റെ അടിഭാഗമൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ എന്നും തുടച്ചിടുന്നത് തന്നെയാണ്, പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല അവിടെ. അപ്പോൾ അതേ ആ ഭാഗവും വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ ഭാഗമാണ് നന്നായി ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളത് കേട്ടോ. ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഡിഷ് വാഷാണ് ഉപയോഗിക്കുന്നത്. പ്രില്ലാണ് കേട്ടോ ഉപയോഗിച്ചിട്ട് കഴുകണത്. കാരണം അവിടെ നന്നായി കരി പിടിച്ചിട്ടുണ്ടാവും. ഞാൻ എന്നും ഉപയോഗിക്കുന്ന അടുപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ കരി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് സോപ്പിൻ്റെ അംശം ഉണ്ടെങ്കിലാണ് ആ കരിയൊക്കെ നന്നായി ഒന്ന് വൃത്തിയായിട്ട് പോവുള്ളൂ. അപ്പോൾ ആ ഭാഗം ഒന്ന് നന്നായി ഒന്ന് ഉരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ, വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. പിന്നെ വായ്ഭാഗം മൂടി വയ്ക്കുന്ന ആ മൂടിയിൽ അതും നന്നായി ഒന്ന് കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് നന്നായി വൃത്തിയായിരുന്നാൽ തന്നെ അടുപ്പ് നല്ല ക്ലീൻ ആയിരിക്കും. അപ്പോൾ അതേ ആ ഭാഗമൊക്കെ നന്നായി ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വൃത്തിയായി കഴുകിയിട്ട് കഴിഞ്ഞാൽ നല്ല സുന്ദരി അടുപ്പായിട്ട് കിടക്കും, നല്ല ഭംഗിയായിട്ട് കിടക്കും. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ ഇതേ ഈ അടുപ്പിൻ്റെ ഭാഗത്ത് ടൈലുണ്ട്. ആ ടൈലുമ്മലും അഴുക്കുകളുണ്ടാവും. അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ മേൽഭാഗത്തെ മാറാലൊക്കെ ഞാൻ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അത് എനിക്ക് മടി പിടിച്ചുള്ള പണി തന്നെ. പക്ഷെ അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ അത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ പേപ്പർ വെച്ചിട്ട് അതിൽ മേലെ ഈ ബോട്ടിൽസൊക്കെ അതൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ആ പേപ്പർ മാത്രം എടുത്തിട്ട് അവിടെ നിന്ന് തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാവുന്നതുള്ളൂ. അത്ര വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല. ഒരു സാധനങ്ങളൊന്നും അതിൻ്റെ അടിയിലൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അവിടെയുള്ള പഴയ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് നന്നായി തുടച്ചിട്ടുണ്ട്. പിന്നെ ഒരു പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പേപ്പർ വേണം. കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് അത് ഫില്ലാവുന്ന രീതിയിൽ ഈ പേപ്പർ വെച്ച് കഴിഞ്ഞാലും ഒരു അഴുക്കും പിന്നെ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതേ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുള്ള ബോട്ടിൽസ് എല്ലാം അവിടെ വെക്കുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് എടുക്കുന്ന പാത്രങ്ങളല്ല, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ അടിയിലായിട്ട് വെക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് വേറൊരു ഭാഗത്താണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അടിഭാഗത്തായിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ വെക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആ ഭാഗമൊക്കെ വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ പ്ലേറ്റുകൾ, അതുപോലെ തന്നെ ദോശച്ചട്ടി, വെള്ളപ്പച്ചട്ടി, അതുപോലെ പത്തിരി പ്രസ്, പുട്ടുംകുറ്റി, അതൊക്കെ ആ ഭാഗങ്ങളിലാണ് വെക്കുക. അതൊക്കെ ഞാൻ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗം പിന്നെ 2 ദിവസം മുന്നേ ഞാൻ വൃത്തിയാക്കി വെച്ചതാണ്. കാരണം അരിയൊക്കെ പുതിയത് വാങ്ങിച്ചപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി
അരിയൊക്കെ അതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് അതുപോലത്തെ സാധനങ്ങൾ ഇന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതുപോലെയാണ് വെക്കാറ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കണ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഷുവല്ലേ വരുന്നത്, അപ്പോൾ ആ ഭാഗവും അടിഭാഗമൊക്കെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ വിഷുവിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ മാത്രമാണ് വാങ്ങിക്കാനുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ തുണിയൊക്കെ നന്നായി ഒന്ന് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമ്മുടെ ഫിൽറ്റർ അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടുക്കള മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കണം, ഒന്ന് തിളക്കി എടുക്കണം. അത് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പണികളൊക്കെ വേഗം കൂടി നേരത്തെ തീർത്തുവിട്ട. ചായ കൂടി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ ക്ലീനിങ്ങിനായിട്ട് നിന്നു. കറിയൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കറി വെക്കാനുള്ള പണിയൊന്നുമില്ല. പിന്നെ ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ പാത്രങ്ങൾ, വലിയ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ്. ആ ഭാഗം അതേ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേപ്പറൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം പുതിയൊരു പേപ്പറൊക്കെ വിരിച്ച് പാത്രങ്ങളൊക്കെ അതത് സ്ഥാനങ്ങളിൽ തന്നെ തിരിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ആ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതിൽ കുറച്ച് കവറുകളും മറ്റും ഒക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ പാത്രങ്ങളൊക്കെ തിരിച്ച് അവിടെ തന്നെ വെച്ചു. ആ ഭാഗമൊക്കെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് അടച്ചിട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്നാക്സിൻ്റെ ബാക്കിയും അതുപോലെ ഉപയോഗിക്കാത്ത കുറച്ച് ബിസ്ക്കറ്റ് അതിൻ്റെ കവറുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. അതൊക്കെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം. ആ വേസ്റ്റുകളൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് വെക്കുമ്പോഴേക്കും നമ്മുടെ ക്ലീനിങ് ഒരുവിധം അവസാനിച്ചു. ഞാൻ പറഞ്ഞില്ല അരി സാധനങ്ങളൊക്കെ വെക്കുന്ന പാത്രങ്ങൾ ഞാൻ 2 ദിവസം മുന്നേ കഴുകി റെഡിയാക്കി വെച്ചതാണ്. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് മുന്നേ, അതായത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് മുന്നേ തന്നെ അരിയുടെ പാത്രവും അതുപോലെ തന്നെ പൊടിയിട്ട് വെക്കുന്ന പാത്രം അതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇതേ 2-3 പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയുടെ ക്ലീനിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജാണ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. ഇപ്പം അത് ചെയ്യാൻ നല്ലതായിട്ട് ശരിയാവില്ല. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം വീഡിയോ ലോങ് ആയി മാറും. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണമെന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് മോളാണ് ടമിടിക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് അവൾ ഫ്രിഡ്ജ് ആക്കി തരും. നല്ല വെട്ടിത്തിളക്കി ഫ്രിഡ്ജ് റെഡിയാക്കി തരും. എല്ലാ സാധനങ്ങളും മാറ്റി നല്ല ഭംഗിയാക്കി തരും. പിന്നെ ഞാൻ ജനവാതിൽ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ പിന്നെ വേഗം തന്നെ ജനവാതിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാണ്. അപ്പോൾ പിന്നെ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അടുക്കള ക്ലീനിങ് ഒരുവിധം അവസാനിപ്പിച്ചിട്ടുണ്ട്. കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മേലെ കൊണ്ടുവച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിവിടെ വെച്ചാലായിട്ട് അത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലെന്ന് വെച്ചിട്ട് ഞാനൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുവച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.